സയ്യിദ് നജ്മു വിത്ത് യു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ ബേസിക് ലെസൺസ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാമറയുടെ മോഡുകളെ കുറിച്ചാണ്. അതിൻ്റെ ക്യാമറയുടെ ഡയലുള്ള മോഡ് ഡയൽസിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ടുള്ളത് 5 മോഡുകളാണ് ക്യാമറയ്ക്ക് നമ്മളെ ഡയൽ സാധാരണ കണ്ടുവരുന്ന ബേസിക് ക്യാമറകൾ വരുന്നത് 5 മോഡുകളാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊരു ബേസിക് മിറർലെസ് ക്യാമറയാണ് സോണിൻ്റെ. ഇതിൽ വരുന്ന ഈ മോഡ് ഡയൽസിൽ എന്തൊക്കെയാണ്, ഇത് എന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു പെട്ടെന്ന് നോക്കാം സിമ്പിളായിട്ട്. ആദ്യമായിട്ട് ഇതിൽ വരുന്നത് ഓട്ടോ എന്ന് പറഞ്ഞൊരു മോഡാണ്. ഓട്ടോ മോഡ് നിങ്ങൾക്കറിയാം, ക്യാമറ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഇട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുക്കുന്ന മോഡാണ് ഓട്ടോ മോഡ്. ഓട്ടോ മോഡിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ISO, ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ എന്ന് വേണ്ട ക്യാമറയുടെ എല്ലാ കൺട്രോളും ക്യാമറയ്ക്ക് തോന്നിയ പോലെ യൂസ് ചെയ്തിട്ട് നമുക്ക് പിക്ചർ തരും. ചില സമയങ്ങളിൽ നമുക്ക് നല്ല പിക്ചർ കിട്ടാറുണ്ടെങ്കിലും പല സമയങ്ങളിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ലൈറ്റ് കൂടുതലാണെങ്കിലോ ലൈറ്റ് കുറവാണെങ്കിലൊക്കെ നമുക്ക് നല്ല പിക്ചർ കിട്ടാതെ പോകാറുണ്ട് പലപ്പോഴായിട്ട്. അപ്പോൾ നമ്മൾ ഓട്ടോ മോഡിൽ നിന്ന് നമ്മൾ അതിൻ്റെ കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള മോഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മോഡ് P മോഡാണ്. P മോഡ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം മോഡാണ്. ക്യാമറയിൽ കുറേ സീനുകൾ വെച്ചിട്ട്, ക്യാമറയിലെ ബ്രെയിനിൽ കുറേ സീനുകൾ വെച്ചിട്ട്, ഇത് ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ക്യാമറ ഒരാളെ നേർക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു സീൻ, ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ തീരുമാനിക്കും ഇതേതാ സീന്. അതിനനുസരിച്ചുള്ള ഷട്ടറും അപ്പർച്ചറും ക്യാമറ കൊടുക്കും. നമുക്ക് ഫ്ലാഷ്, ISO തുടങ്ങിയ ഫോക്കസ് പോയിൻ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. പക്ഷേ ഷട്ടറും അപ്പർച്ചറും ക്യാമറ നോക്കും. നമ്മളിപ്പോൾ അർജൻറ്റായിട്ട് കുറേ ഷൂട്ടൊക്കെ പെട്ടെന്ന് അകത്തും പുറത്തൊക്കെ എടുത്ത് നടക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു P മോഡിലിട്ടാൽ രക്ഷപ്പെടാൻ പറ്റും. ഒരുവിധം കുഴപ്പമില്ലാത്ത പടങ്ങൾ നമുക്ക് കിട്ടും. ഷട്ടറും അപ്പർച്ചറും ക്യാമറ നോക്കും. ബാക്കി എല്ലാ സെറ്റിങ്ങും നമുക്ക് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാം. ഓട്ടോമാറ്റിക്കലാണെങ്കിൽ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ് വരുന്നത്. ഇതിൽ ഷട്ടറും അപ്പർച്ചറും മാത്രമേ P മോഡിൽ, പ്രോഗ്രാം മോഡിൽ ക്യാമറ നോക്കൂ. അതാണ് പ്രോഗ്രാം മോഡ്. അടുത്ത ഒരു മോഡ് വരുന്നത് A ആണ്. A എന്ന് പറഞ്ഞാൽ അപ്പർച്ചർ പ്രയോറിറ്റി. അപ്പർച്ചർ നമ്മൾ കൺട്രോൾ ചെയ്യുക, ഷട്ടറും ബാക്കി കാര്യങ്ങളൊക്കെ ക്യാമറ നോക്കിക്കോളും. ഇതെപ്പോഴാണ് നമുക്ക് ആവശ്യം വരികയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പുറത്തൊരു പോർട്രേറ്റ് ഷൂട്ട്, ഒരാളെ ഫോട്ടോ എടുക്കുകയാണ്, ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ബ്ലറായിട്ട് കിട്ടണം, പല ലൈറ്റുകളും മാറി വരുന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അപ്പർച്ചർ F നമ്പർ കുറഞ്ഞിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായി നല്ലൊരു പ്രൊഫഷണൽ പണം കിട്ടണമെങ്കിൽ അപ്പർച്ചർ മോഡിലിട്ട് F നമ്പർ കുറച്ചിടുക. F നമ്പർ കുറച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 2.8 നിങ്ങളെ ലെൻസിൽ ഏറ്റവും കുറവാണെന്ന് വെച്ചാൽ അതിലിട്ട് കഴിഞ്ഞാൽ ഷട്ടർ ലൈറ്റിനനുസരിച്ച് ക്യാമറ കൂട്ടിക്കോളും. ചില സമയത്ത് ഷട്ടർ 100ലേക്ക് വരാം, ചില സമയത്ത് 400ലേക്ക് പോകുന്നുണ്ടാവും. ഏറ്റവും ഹൈലൈറ്റുള്ള സന്ദർഭങ്ങളിലൊക്കെ ഷട്ടർ ഒരു പക്ഷേ 2000-ലോ 4000-ലോ 5000-ലൊക്കെ പോയി അടിക്കുന്നുണ്ടാവും. അത് നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യമില്ല, ക്യാമറ നോക്കിക്കോളും. അപ്പോൾ അപ്പർച്ചർ നമ്മളെ കൺട്രോളിലിരിക്കും, ഷട്ടർ ക്യാമറ നോക്കിക്കോളും. അപ്പർച്ചറാണ് നമുക്ക് അങ്ങനത്തെ സമയങ്ങളിൽ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത്. അതുപോലെ ലാൻഡ്സ്കേപ്പ് എടുക്കുകയാണെങ്കിൽ അപ്പർച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പർച്ചർ മാക്സിമം ഒരു 8, 9 അല്ലെങ്കിൽ 11-ലൊക്കെ അപ്പർച്ചർ ഇട്ടിട്ടാണ്, അതിൽ കൂടുതൽ ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ ലാൻഡ്സ്കേപ്പ് എടുക്കുന്നത്, നല്ല ഷാർപ്പായിട്ട് എല്ലാ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാൻഡ്സ്കേപ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ അപ്പർച്ചർ മാക്സിമം ക്ലോസ് ചെയ്തിട്ട്, ഇത് എത്രയാണ് നമ്മൾ ക്ലോസ് ചെയ്യാം, ഷട്ടർ സ്പീഡ് ക്യാമറയ്ക്ക് വിടാം. പക്ഷേ ഇങ്ങനെ സമയത്ത് നമ്മൾ ട്രൈപോഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഈ ഷട്ടർ സ്പീഡ്, ഈ അപ്പർച്ചർ ഒരുപാട് ക്ലോസ് ചെയ്യുമ്പോൾ ഷട്ടർ സ്പീഡ് 60-ലും താഴെ കുറഞ്ഞു വന്നാൽ നമ്മൾ കയ്യിൽ നിന്ന് ഷെയ്ക്കായി പോകും. അപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്രൈപോഡിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്പർച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാം, ഷട്ടറും മറ്റ് കാര്യങ്ങളും ക്യാമറ കൺട്രോൾ ചെയ്യും. അതാണ് അപ്പർച്ചർ മോഡ്. അടുത്തൊരു മോഡ് വരുന്നത് S ആണ്. S എന്ന് പറഞ്ഞാൽ ഷട്ടർ പ്രയോറിറ്റി മോഡ്. ഷട്ടർ പ്രയോറിറ്റി മോഡിലിട്ടാൽ ഷട്ടർ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ക്യാമറ കൊടുക്കാൻ പറ്റും. ബാക്കി എല്ലാ സെറ്റിങ്ങുകളും ബാക്കി അപ്പർച്ചർ ക്യാമറ നോക്കിക്കോളും. ഷട്ടർ നമുക്ക് കൺട്രോൾ ചെയ്യാം, ISO കൺട്രോൾ ചെയ്യാം, ഫ്ലാഷ് കൺട്രോൾ ചെയ്യാം, ഒക്കെ നമ്മൾ മാനുവൽ സെറ്റിംഗ് കിടക്കും. അപ്പർച്ചർ മാത്രമേ ലൈറ്റ് കൂടുന്നതനുസരിച്ച് തുറക്കും അടക്കമൊക്കെ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഫംഗ്ഷനൊക്കെ എടുക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഔട്ട്ഡോറിൽ ആരെങ്കിലും വരും, അവരെ സ്വീകരിക്കണം, അത് ഫോട്ടോ എടുക്കണം, അവർ നേരെ ഇൻഡോറിലേക്ക് പോകും. അവിടെ നമുക്ക് അതിനിടയിൽ നമുക്ക് ക്യാമറ തിരിക്കാനും സെറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ നമ്മൾ അപ്പർച്ചർ ഷട്ടർ മോഡിലിട്ട് ഒരു 100 ഷട്ടർ സ്പീഡ് ഇട്ട് വെച്ചു. അപ്പോൾ നമുക്ക് അകത്തും പുറത്തൊക്കെ എടുക്കാൻ പറ്റും. 100-ഓ 150-ഓ 120-ഓ ഒക്കെ ഇട്ട് വെച്ചാൽ അപ്പോൾ നമ്മൾ പുറത്ത് വരുമ്പോൾ അപ്പർച്ചർ മാക്സിമം ക്യാമറ ക്ലോസ് ചെയ്ത് 8-ലും 10-ലും 11-ലൊക്കെ F നമ്പർ പോയി ക്യാമറ പടം എടുത്തോളും. നമ്മൾ നേരെ അകത്ത് വന്നാൽ എത്രയാണോ നമ്മളെ ലെൻസിൻ്റെ ഓപ്പണിംഗ് വെച്ചാൽ അകത്ത് ലൈറ്റ് കുറവാണെങ്കിൽ നമുക്ക്
ഒന്നും പ്രത്യേകിച്ച് നമ്മളായിട്ട് സെറ്റിംഗ് ഒന്നും മാറ്റാതെ അപ്പർച്ചർ ക്യാമറ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് അകത്തും പുറത്തും ഒരേ സമയം ഓടി നടന്ന് പടർക്കാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ക്യാമറ തിരിക്കാനൊന്നും പോയിട്ട് നല്ല ഒരുപാട് കൈ കൊടുക്കണേയും അവരെ ഒരുപാട് കെട്ടിപ്പിടിക്കണമായിട്ടുള്ള ഒരുപാട് പിന്നെ ഫോട്ടോസൊന്നും നമുക്ക് മിസ് ചെയ്യാതെ ഫോട്ടോ എടുക്കാൻ പറ്റും. അതിനും നമുക്ക് ഈ മോഡ് ഷട്ടർ പ്രയോറിറ്റി മോഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്പോർട്സും ഈ ഷട്ടർ പ്രയോറിറ്റി മോഡ് യൂസ് ചെയ്യാം. സ്പോർട്സിന് നമുക്ക് 500-ന് മേലെ 1000, 500, 800 ഇട്ട് വെച്ചിട്ട് നമുക്ക് അങ്ങനെ അടിക്കാം. അപ്പോൾ ലൈറ്റിനനുസരിച്ച് അപ്പർച്ചർ ക്യാമറ കൺട്രോൾ ചെയ്താൽ നമുക്ക് വേണ്ടത് ഫ്രീസ് ചെയ്യണ നല്ല മൂവ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഷട്ടർ 400, 500 ഇട്ട് വെച്ചിട്ട് നമുക്ക് അടിച്ചുകൊണ്ടിരിക്കും. ബാക്കി ലൈറ്റുകളൊന്നും അതിനിടയിൽ ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അപ്പർച്ചറിൽ ഓരോ ലൈറ്റും അതിനനുസരിച്ച് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് മോഡ്, മാനുവൽ മോഡ്. നമുക്ക് വളരെ മാനുവലായിട്ട് നമ്മൾ എക്സ്ട്രാ ഫ്ലാഷും ലൈറ്റും അതുപോലെ നമുക്ക് ലൈറ്റ് ഒരുപാട് കൺട്രോൾ ചെയ്ത് കിട്ടുമ്പോഴാണ് നമ്മൾ സാധാരണ മാനുവൽ മോഡിലിടുന്നത്. മാനുവൽ മോഡിലിട്ടാൽ ഷട്ടർ, അപ്പർച്ചർ, ISO തുടങ്ങിയ എല്ലാ സാധനം നമ്മളായിട്ട് കൺട്രോൾ ചെയ്യണം. ക്യാമറ ഒന്നും ചെയ്യില്ല. അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്ത് നമുക്ക് എക്സ്റ്റേണൽ ഫ്ലാഷ് ലൈറ്റൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ക്യാമറയ്ക്ക് അറിയില്ല എക്സ്റ്റേണൽ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഒക്കെ നമ്മൾ മാനുവലായിട്ട് ഇവിടെ ചെയ്ത് കൊടുക്കണം. അതൊക്കെ ഓട്ടോയിലിട്ടാൽ ക്യാമറ അടിക്കും, ഫ്ലാഷ് വേറെ അടിക്കും, ഫ്ലാഷിൻ്റെ ലൈറ്റൊന്നും നമുക്ക് വരില്ല. അപ്പോൾ അതിനൊക്കെയാണ് മാനുവൽ മോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മാനുവൽ മോഡിൽ, അതാണ് ക്യാമറ ഡയൽസിൽ മാനുവൽ മോഡ്, ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ പ്രയോറിറ്റി, ഷട്ടർ പ്രയോറിറ്റി, അതേമാതിരി പ്രോഗ്രാം മോഡ്, ഓട്ടോ മോഡ്. ഇതാണ് സാധാരണ ഈ മോഡൈൽ കൺസ്ട്രക്റ്റുകൾ ഇതിങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ പേജിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളിൽ നിന്നും എനിക്ക് കിട്ടുന്ന അംഗീകാരമാണ് നിങ്ങൾ പേജ് ലൈക്ക് ചെയ്യുന്നതും യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നതും. താങ്ക് യു സോ മച്ച്.